ഇപ്പോൾ നമ്മൾ വിവാഹിതരായാൽ എക്സാമ്പിൾ മാത്രമാണ്, ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ 3 തവണ ഞാനും മൊണ്ണ, നീ ഒരു മൊണ്ണ. എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന്? അതല്ല എന്റെ ചോദിക്കാൻ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ദുരർത്ഥത്തിലുള്ള സംസാരം ഈ ചർച്ചയിൽ നടക്കില്ല കേട്ടോ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ, ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് കുറച്ചു കാലത്തിന് ശേഷം എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാൻ പോയപ്പോണ്ടല്ലോ സുജയ പാർവതി അരുണിനെ കല്യാണം ആലോചിച്ചു, സ്മൃതി പൊട്ടിത്തെറിച്ചു. എന്താലേ, എന്തൊക്കെയാണ് ഇവിടെ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? ഇടയ്ക്കൊരു ബ്രേക്ക് എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. റീചാർജ് ചെയ്യാൻ, യാത്ര ചെയ്യാൻ, കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ, പിന്നെ നമ്മളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ചെയ്യാൻ അത്തരത്തിലൊന്ന് മുങ്ങിയതാണ് ഞാൻ ഇവിടെ നിന്ന്. അപ്പൊ ഇന്ന് മുതൽ വീണ്ടും എന്റെ ശല്യം ഉണ്ടാവും. ഇന്നു മുതൽ നമ്മൾ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസ് ഒക്കെ ആരംഭിക്കുകയാണ്. ഞാൻ പോയെന്ന് കരുതി പിരിഞ്ഞു പോയവരൊക്കെ ദയവായി തിരിച്ചു വരണം പ്ലീസ്. അതിനിടയ്ക്ക് നമ്മുടെ ധ്രുവിന് കുഞ്ഞുണ്ടായി. അമ്മയും കുഞ്ഞും അച്ഛനും ഒക്കെ സുഖായിരിക്കുന്നു. അതിനിടയ്ക്ക് നരേന്ദ്രമോദി അമേരിക്കയിൽ പോയെന്ന് മാത്രമല്ല, AI അർത്ഥം AI അമേരിക്കൻ ഇന്ത്യൻ എന്നാണെന്ന് പറഞ്ഞത് നമ്മളെയൊക്കെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നല്ല അപഹാസ്യരാക്കി. പക്ഷെ നമുക്ക് ഇതൊക്കെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ശീലമായതുകൊണ്ട് ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിൽ കൂടെ പുറത്തേക്ക് വിട്ടു. വേറെന്ത് ചെയ്യാൻ? AI का मतलब है आर्टिफिशियल इंटेलिजेंस, लेकिन मैं मानता हूं कि AI का मतलब है अमेरिकन इंडियन. അത് കഴിഞ്ഞപ്പോ പുതിയ തലമുറയുടെ ഹൃദയമിടിപ്പായ മലയാളിയായ പൊന്നാനിക്കാരൻ റാപ്പ് ഗായകൻ ഹനുമാൻ കൈൻഡ് എന്നറിയപ്പെടുന്ന സൂരജ് ചെറുകാടിനെ കെട്ടിപ്പിടിച്ചു മോദിജി പറഞ്ഞു, ജയ് ഹനുമാൻ. അതിനിടയ്ക്ക് ഹിന്ദുത്വ വികാരം വ്രണപ്പെട്ട ഭീകര സംഭവം ഉണ്ടായി. തിരുപ്പതിയിലെ പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തി. ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരുപ്പതിയിൽ പോയതായി വാർത്തകൾ കണ്ടു. എന്തോ ലഡു കഴിച്ചില്ലെന്ന് എനിക്കറിയില്ല. തിരുപ്പതി തിരുമല ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രത്തിൽ ലഡുവിൽ മൃഗക്കൊഴുപ്പ് കണ്ടതിനാൽ ഗോമൂത്രം തളിച്ചിട്ടാണ് ശുദ്ധീകരണം നടത്തിയത്. അമ്മേ അമ്മമ്മേ. ആരെ സന്തോഷിക്കുന്ന ഇഷ്ടമല്ലാത്ത കുറെ പേരുണ്ട് ലോകത്തിൽ, നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽപ്പെട്ടൊരാൾ ബാംഗ്ലൂരിൽ ഒരു പൂക്കളം ചവിട്ടിപ്പരത്തി. നിങ്ങളുടെ തോന്നുന്ന കാണിക്ക്, ഞങ്ങൾക്ക് നിങ്ങളുടെ താമസം സമ്മതമില്ല. ഓക്കെ, നിങ്ങൾ പെരുമാറുമ്പോൾ ഞങ്ങൾ പെരുമാറില്ല. നിങ്ങളുടെ ബിഹേവിയർ ചെയ്യുള്ളൂ. കൈ സ്റ്റെപ്പോ. ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിലെത്തുന്ന ആദ്യ മാർക്സിസ്റ്റ് നേതാവായി അനുരാഗ് കുമാര ശ്രീലങ്കൻ പ്രസിഡന്റായി. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു. അതിഷി മുഖ്യമന്ത്രിയായി. എന്നിട്ട് കെജ്രിവാളിന്റെ ഒരു കസേര ഒഴിച്ചിട്ടുകൊണ്ട് അതിനടുത്തുള്ള ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് അതിഷി പറഞ്ഞു, ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോ ഭരതൻ രാജ്യം ഭരിച്ചതുപോലെയാണ് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പോകുന്നത്. 4 മാസങ്ങൾക്ക് ശേഷം കെജ്രിവാൾ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമ്പോൾ ഈ കസേര ഞാൻ ഒഴിഞ്ഞു കൊടുക്കുമെന്ന്. അങ്ങനെ ആവട്ടെ. भगवान श्री राम 14 वर्ष के लिए अयोध्या से वनवास पे गए और भरत जी को अयोध्या का शासन संभालना पड़ा. जिस तरह भरत जी ने 14 साल तक भगवान श्री राम की खड़ाऊ रखकर अयोध्या का शासन संभाला. PV അൻവറും ആഭ്യന്തര വകുപ്പും തമ്മിൽ നടക്കുന്ന വലിയ മത്സര കടിപിടിയിൽ ഞാൻ കുറെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അന്വേഷണം എന്താകുമെന്ന് നമ്മളും വെയിറ്റ് ചെയ്യുകയാണ്. PV അൻവറിനെ പോലെ തൃശൂർ പൂരം കലക്കിയത് ആരെന്ന് പുറത്തു വരുമോ അതോ വരാതിരിക്കുമോ എന്നും നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ മനോരമയിൽ ഒരു വാർത്തയുണ്ട്. തൃശൂർ പൂരം കലക്കൽ ADGP ഇടപെട്ടു, ക്രമീകരണങ്ങൾ മാറ്റിമറിച്ചു. അതിൽ പറയുന്നത് തൃശൂർ പൂരത്തിന് മാറ്റം വരുത്തിയെന്നും പൂരസ്ഥലത്ത് അനാവശ്യ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കാൻ ADGP കാരണമായെന്നും മേൽനോട്ട ചുമതലയിൽ ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നുമുള്ള വികാരം പോലീസ് സേനയിൽ ഉണ്ടെന്നും അന്നത്തെ കമ്മീഷണർ അങ്കിത് അശോകനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അജിത് കുമാർ ADGP റിപ്പോർട്ട് സമർപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അങ്കിത്തിന്റെ പരിചയക്കുറവും അനുനയമില്ലാത്ത പെരുമാറ്റവുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിൽ ADGP അജിത് കുമാർ പറയുന്നു എന്ന് വെച്ചാൽ എന്തൊരു തമാശയാണിത്. ADGP അജിത് കുമാറാണ് പൂരം കലക്കിയതിൽ പ്രതിസ്ഥാനത്തെന്നും അജിത് കുമാർ തന്നെ കുറ്റവിമുക്തനാക്കി അജിത് കുമാറിനെ. എന്നിട്ട് അങ്കിത് മാത്രമാണ് കുറ്റക്കാരെന്ന് റിപ്പോർട്ട് നൽകിയെന്ന്
ആരോപണ വിധേയൻ തന്നെ ആരോപണം അന്വേഷിക്കുന്നതും അവനവനെ തന്നെ കുറ്റവിമുക്തനാക്കുന്നതും നല്ല രസമുള്ള പരിപാടിയാണ്. പൂരത്തിന് 3 ദിവസം മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചാണ് അജിത് കുമാർ കാര്യങ്ങൾ നിർദ്ദേശിച്ച് മനോരമ പറയുന്നു. കൂടുതൽ ബാരിക്കേഡുകൾ അടക്കം നിരത്തിയത് സ്ഥലത്ത് അനാവശ്യ നിയന്ത്രണങ്ങൾക്ക് വഴിവെച്ചു. മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്ന പേരിലാണ് പോലീസ് ഇവ നടപ്പാക്കിയത്. ഇതേ ചൊല്ലി പൂരപ്രേമികളും പോലീസും കൊമ്പുകോർത്തത് സ്ഥിതി വഷളാക്കി. പൂര ദിവസം തൃശൂരിലുണ്ടായിരുന്ന അദ്ദേഹം പ്രശ്നം രൂക്ഷമായതോടെ 2 തവണ പൂരസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വീക്ഷിച്ചു, പരിശോധിച്ചു. പുലർച്ചെ 3:30 അദ്ദേഹം മടങ്ങി. അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്നാണ് ആരോപണം, ആക്ഷേപം എന്നാണ് മനോരമ വാർത്ത. എന്തൊക്കെയാണ് ഗൈസ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? പൂരം കലക്കുന്നു, കലക്കിയവൻ തന്നെ അന്വേഷിക്കുക, എന്തൊക്കെയോ നടക്കുന്നു. അടുത്ത ഭീകര വാർത്ത, പുതിയൊരു യുദ്ധരീതിയിലേക്ക് ലോകം മാറി എന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, അരയിൽ തിരുകി വെച്ചിരിക്കുന്ന പേജർ, കയ്യിൽ പിടിച്ച വാക്കി ടോക്കി, അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന കാറിന്റെ ബാറ്ററി, സോളാർ ബാറ്ററി, അങ്ങനെ എന്തുമാകട്ടെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീടിനകത്തോ പുറത്തോ ദേഹത്തോ പൊട്ടിത്തെറിക്കുമെന്ന ഭീകരാവസ്ഥയിൽ ലോകമെത്തി. ലെബനനിലെ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുകയാണ്. ഗസയ്ക്ക് ശേഷം ലെബനനിൽ ഇസ്രായേൽ അക്രമ പരമ്പര നടത്തുന്നു. ലെബനനിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം തുടങ്ങിക്കഴിഞ്ഞു. പതിവ് പോലെ ഒരു ഭീകരരുമല്ല കൊല്ലപ്പെടുന്നതൊക്കെ സ്ത്രീകളാണ്, കുഞ്ഞുങ്ങളാണ്, ആരോഗ്യ പ്രവർത്തകരാണ്. ഹിസ്ബുല്ലയെ ഇതാ ഞങ്ങൾ കൊല്ലുന്നേ എന്നാണ് ഇസ്രായേൽ അട്ടഹസിക്കുന്നത്. എങ്കിലും കൊല്ലപ്പെടുന്നത് മുഴുവനും പാവപ്പെട്ട സാധാരണക്കാരായ പാവങ്ങളാണ് എന്നാണ് മാധ്യമ വാർത്തകൾ. സങ്കടമുള്ള വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. പിന്നെ നമ്മളൊരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. സ്പോട്ടിഫൈ ഉള്ളവരൊക്കെ പോഡ്കാസ്റ്റിൽ ഒന്ന് കയറി നോക്കണം, ഫോളോ ചെയ്യണം. നമുക്ക് അവിടെയും ഒരു പൂങ്കാവനമാക്കണം. അപ്പൊ നാളെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകളുമായി. ഇന്നു മുതൽ എല്ലാ ദിവസവും യൂട്യൂബിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കും.